1000 രൂപ വെച്ച് 4 ജില്ലകളിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രത്യേക ദുരിതാശ്വാസ നിധി ആയോജിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 1 മാസത്തെ റേഷൻ അരി സൗജന്യമായിട്ട്, 6 കിലോ അരി സൗജന്യമായിട്ട്, ഇതെല്ലാം ഇന്നലെ ഓർഡർ ആയിട്ടുണ്ട്. ഇന്ന് മുതൽ വിതരണം ചെയ്തു. മത്സ്യത്തൊഴിലാളി ഒരു പ്രതിസന്ധി വരും. കാരണം അവർ ഏകദേശം 2-3 ആഴ്ചയായി ഈ ഒരു കാരണം കടലിൽ പണിക്ക് പോകാനായിട്ട്. അപ്പോൾ ഇല്ലില്ല, ഈ കാരണം കൊണ്ട് പണിക്ക് പോകാതിരുന്നിട്ടില്ല. ഈ കാരണം കൊണ്ടല്ല, അത് കാലാവസ്ഥ വ്യതിയാനം വന്നുകൊണ്ട് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ പോയി തുടങ്ങി. ഈ ആശങ്കയുണ്ട്, അതായത് ഇപ്പോഴും മത്സ്യം വാങ്ങുന്നതിന് വേണ്ടി ആളുകൾ അല്ല, അത് നമ്മൾ തന്നെ എല്ലായിടത്തും മത്സ്യ വിഭവങ്ങൾ വെച്ചുള്ള സദ്യകളും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യാതൊരു അപകടവും ഇല്ല, മത്സ്യം വാങ്ങി കഴിക്കാം. ഈ പറയുന്ന പോലെ ഒരു ഭയത്തിൻ്റെ ആശങ്കയുടെ കാര്യം. എന്നാൽ നല്ല ജാഗ്രത വേണം. അതനുസരിച്ച് കാര്യങ്ങൾ ഗവൺമെൻറ് നീക്കുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നല്ല തരത്തിലുള്ള നീക്കം ഇക്കാര്യത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറി നേതൃത്വത്തിലുള്ള പ്രത്യേക ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ഈ കാര്യം പ്രസിദ്ധീകരിക്കും. അല്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റുന്ന മാലിന്യങ്ങൾ തീരത്ത് തന്നെ കുഴിയെടുത്ത് നിക്ഷേപിക്കുന്ന സാഹചര്യം പലയിടത്തുണ്ട്. ഇല്ല, അത് എവിടെ ചൂണ്ടിക്കാണിച്ചാൽ നമുക്ക് പരിശോധിക്കാം. തിരുവനന്തപുരം ശംഖുമുഖ തീരത്ത് പോലും പരിശോധിക്കാം. അങ്ങനെ പാടില്ല എന്നാണ് പറഞ്ഞത്. ഇത് അരിച്ചെടുക്കണമെന്നാണ്. ഇപ്പോൾ ഈ മഴയുള്ളത് കൊണ്ട് അരിച്ചെടുക്കാൻ കഴിയുന്നില്ല, സാങ്കേതിക പ്രശ്നമുണ്ട്. അരിച്ചെടുക്കണമെന്നാണ് നിർദ്ദേശമുള്ളത്. അതിനനുസരിച്ചുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്. ഹേമ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രത്യേക പ്രസ് മീറ്റ് വിളിക്കുന്നുണ്ട്. കാരണം തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ സിനിമാ നയം വരുന്നതും നിയമ നടപടികളിലേക്ക് പോകുന്നതും നിയമനിർമ്മാണം നടത്തുന്നതും അടുത്ത മാസം കോൺക്ലേവ് നടത്തുന്നതും എല്ലാം അതിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ അറിയാത്ത ആളുകളല്ല ഇങ്ങനെയുള്ള ചില കമൻറ്റുകൾ പറയുന്നത്. ഇതിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുൻകൈ എടുത്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി തന്നെ രൂപപ്പെട്ടത്. അവർ തന്ന റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് വിശദമായ ഒരു കുറിപ്പ് ഞാൻ തരുന്നുണ്ട്.